അങ്ങനെ നേരം വെളുത്തു. ഞാൻ അടുത്തുള്ള ചേച്ചിയും വിളിച്ച് കാണിച്ചു. ചേച്ചിയും പറഞ്ഞു, എടി കാല് നിവർന്നു, നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, ഞാനും പോയി പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെ ഒരാഴ്ച വീണ്ടും പിന്നിട്ടു. വീണ്ടും രണ്ടാമതും 8 ദിവസമായപ്പോൾ മാതാവ്, ഞാൻ ചേട്ടന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക ആ സമയം, കൊടുത്ത് മുന്നോട്ട് 3-4 സ്റ്റെപ്പ് വെച്ചപ്പോൾ മാതാവ് വീണ്ടും വന്ന് എൻ്റെ കാലിൽ തൊട്ടു. അപ്പോൾ എനിക്കത് വല്ലാതെ ഫീലിങ്, ഞാൻ ടിക്കെന്നും പറഞ്ഞ് നിവർന്നു. ഈ ഷോൾഡറും എൻ്റെ നിവർന്നു. ഈ ഒരു വശം കൊണ്ട് എനിക്ക് ചെരുവായിരുന്നു ശരിക്കും. ഞാൻ നിവർന്നു തന്നെ നിന്ന് ഈശോയെ സ്തുതിച്ചു. കാലിന് ശരിക്കും നീളക്കുറവ് തന്നെയായിരുന്നു, സാധനവും കുറവുണ്ടായിരുന്നു. ഞരമ്പുകളൊക്കെ ഇങ്ങനെ പിടിപ്പിക്കുകയാണ്. ഞാനത് ശരിക്കും അറിയുന്നുണ്ട്. ഞരമ്പൊക്കെ ഇങ്ങനെ പിടിപ്പിക്കുമ്പോൾ നമ്മുടെ ദേഹത്തോടെ എന്താ ഈ ജീവികളൊക്കെ ഇല്ല, അതിങ്ങനെ കയറി പോകുന്ന പോലുള്ളൊരു ഫീലിംഗാണ് വരുന്നത്. അപ്പോൾ എനിക്ക് വല്ലാത്ത വേദനകൾ വരും. എന്നാലും സഹിക്കാൻ പറ്റുന്ന വേദനയൊക്കെ ഉള്ളൂ. ഈ പുറകുവശമാണെങ്കിലും ബേക്ക് ഇങ്ങനെ തള്ളിയാണ് നിന്നത്. അപ്പോൾ എനിക്ക് പുറത്തു വേദന വരും. ഞാൻ നിൽക്കുന്നിടത്ത് നിന്നൊക്കെ അങ്ങ് പൊന്തി പോവുകയാണ്. അങ്ങനെ പൊന്തി പോകുമ്പം പുറം ഇങ്ങനെ പൊട്ടിപ്പോകും. അങ്ങനെ വൈകുന്നേരം ആവുമ്പം വീണ്ടും മാതാവ് വന്ന് തൊട്ടപ്പോൾ ഇവിടെ അകലം നിവരുകയും ചെയ്തു. പിന്നെ ഒരു ദിവസം രാത്രിയിൽ മാതാവ്, ഞാൻ പതുക്കെ ഉറങ്ങുന്നേ ഉള്ളൂ, അത് ബോധം കിട്ടുന്ന ഉറങ്ങുന്നില്ല. മാതാവ് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കൈയും കാലും വലിച്ച് നീട്ടുകയും ഇവിടെ ഒരു സ്കെയിൽ വെച്ച് ശരിക്കും എന്നെ അളന്ന് ശരീരം ഷേപ്പാക്കുകയും ചെയ്തു. അങ്ങനെ 2 തവണ വന്ന് എനിക്ക് സൗഖ്യം നൽകി.